Dear students, welcome to the cost accounting class. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ആ പ്രോബ്ലംസൊക്കെ നിങ്ങൾ നോട്ടിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ബജറ്റ്സ്, ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. ഇതാണ് ഇന്നത്തെ ചാപ്റ്റർ. ബജറ്റ്സ്, ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. എന്താണ് ബഡ്ജറ്റ്, എന്താണ് ബഡ്ജറ്റിംഗ്, എന്താണ് ബജറ്ററി കൺട്രോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കാണുന്നതാണ്, നിങ്ങൾ ടി വിയിലൊക്കെ അറിയുന്നതാണ് ബജറ്റ് എന്താണെന്നുള്ളത്, എന്താണ് ബജറ്റ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നോക്കാം നമുക്ക് ബജറ്റ് എന്താണെന്നുള്ളത്. ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്യൂച്ചർ പ്ലാനാണ്. അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മളുടെ എക്സ്പെൻസസും ഇൻകംസും നമ്മൾ എന്ത് ചെയ്യാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എന്താണ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് എന്ത് ബജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ബജറ്റിൻ്റെ മീനിങ് നമുക്ക് നോക്കാം, എന്താണ് ബജറ്റ് എന്നുള്ളത്. എ ബജറ്റ് സിംപ്ലി മീൻസ് ഫിനാൻഷ്യൽ പ്ലാൻ. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഷോയിങ് ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ ഡെഫിനറ്റ് ഫ്യൂച്ചർ പീരീഡ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ ഡെഫിനറ്റ് പീരീഡിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്ലാനാണെന്ത് ബജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത ഒരു വർഷം നമ്മൾ എപ്പോഴും ബജറ്റ് എന്താണ്, അങ്ങനെയാണ് പറയുക, അടുത്ത ഒരു വർഷത്തേക്ക് ഇങ്ങനെ സംഭവിക്കാം, അതാണ് പറഞ്ഞിരുന്നത്. അതാണെന്ത് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബജറ്റിംഗ് മീൻസ് എന്താണ് ബജറ്റ്? ദ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ബജറ്റിംഗ്. ബജറ്റിംഗ് സിംപ്ലി മീൻസ് പ്രിപ്പയറിംഗ് ബജറ്റ്. ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്പറേഷൻ ഓഫ് ബജറ്റ്. ബജറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ബജറ്റ് ഉണ്ടാക്കുന്നത്, ബജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ഇനി ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ജെ ബാറ്റി, ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബജറ്റ് ഈസ് നോൺ ആസ് ബജറ്റിംഗ്. ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബജറ്റ് ഈസ് നോൺ ആസ് ബജറ്റിംഗ്. അപ്പോൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ പ്രോസസ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്ത് ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെഫിനിഷനും മീനിങ്ങും ഇവിടെ ഉണ്ട്. ദെൻ എന്താണ് നമ്മൾ ബജറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതിലേക്ക് നമ്മൾ മടങ്ങിപ്പോവാണ്. ബജറ്ററി കൺട്രോൾ. എന്താണ് ബജറ്ററി കൺട്രോൾ? ബജറ്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ഓഫ് യൂസിങ് ദ ബജറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്. അതായത് എന്താണ്, ഒരു സിസ്റ്റമാണ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് കോസ്റ്റ്. പ്ലാൻ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. കോസ്റ്റ് നമ്മൾ ബജറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ് which includes the preparation of the budget, coordinating the department and establishing responsibilities, comparing actual performance with the budgeted and acting upon the result to achieve maximum profitability. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഇതൊന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് എഴുതുക. അപ്പോൾ നമ്മൾ ബജറ്റ് എന്താണെന്ന് പറഞ്ഞു, ബജറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ബജറ്ററി കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു. ഇനി ഡിഫറൻസസ് നോക്കാം നമുക്ക്. ഡിഫറൻസ് എമംഗ് ബജറ്റ്, ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഇത് മേ ബി രണ്ടെണ്ണം തമ്മിൽ ചോദിക്കാം. എന്താണ് ബജറ്റും ബജറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ബജറ്റും ബജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ ഈ ഡിഫറൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും മൂന്നും കിട്ടും. ബജറ്റ് ആൻഡ് ബജറ്റിംഗ് ആൻഡ് നാരോവർ കൺസെപ്റ്റ്. വൈ ബജറ്ററി കൺട്രോൾ ഈസ് എ വൈഡർ കൺസെപ്റ്റ്. ബജറ്റും ബജറ്റിങ്ങും നാരോ കൺസെപ്റ്റ് ആണെങ്കിൽ ബജറ്ററി കൺട്രോൾ എന്താണ്, വൈഡർ കൺസെപ്റ്റ് ആണ്. If there is a budget or budgeting, it is not necessary that there should be budgetary control also. അപ്പോൾ ബജറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ബജറ്ററി കൺട്രോൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ബജറ്റ് ബിസിനസ് എസ്റ്റിമേറ്റ് ഫോർ ഫ്യൂച്ചർ പീരീഡ്. ബജറ്റ് ഫ്യൂച്ചർ പീരീഡിലേക്കാണ്. ബജറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റിംഗ് ബജറ്ററി. ബജറ്റ് ഫ്യൂച്ചർ പീരീഡിലേക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ ബജറ്റിംഗ് എന്ന് പറയും. അതായത് ബജറ്ററി കൺട്രോൾ ദ സിസ്റ്റം ഓഫ് അച്ചീവിങ് പെർഫോമൻസ് ഓൺ ദ വാരിയസ് കോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസസ് ഇങ്ങനെ പറയാം നമുക്ക്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് മൂന്ന് കാര്യങ്ങൾ: ബജറ്റ്, ബജറ്റിംഗ്, ബജറ്ററി കൺട്രോൾസ്. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റിംഗ്. ഇതിൻ്റെ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ ഈസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ എയിം എന്തായിരിക്കും, ബിസിനസ്സിന് മാനേജ്മെൻറ്റിന് ലക്ഷ്യം നേടിക്കൊടുക്കുക. എന്താണോ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അത് നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ബജറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ പറയുന്നത്. ടു റെഡ്യൂസ് അൺസെർട്ടൈനിറ്റി. അപ്പോൾ ഫ്യൂച്ചർ നമ്മൾ എപ്പോഴും പറയും, ഫ്യൂച്ചർ ഈസ് അൺസെർട്ടൈൻ ആണ്. നാളെ എന്ത് നടക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നാളത്തേക്കുള്ള ആ ഒരു അൺസെർട്ടനിറ്റി കുറയ്ക്കാൻ സഹായിക്കും നമ്മളെ ബജറ്റിനെ കൊണ്ട്.
Then second, the coordinates the activities of different departments. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ പറഞ്ഞു വെക്കുമ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളത് എവിടെ നിന്നൊക്കെ വേണമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എന്തായിരിക്കും, ഒരു കോർഡിനേഷൻ ഉണ്ടാവും. ദെൻ അടുത്തത് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ദ ഡയറക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അച്ചീവ് ദ ഗോൾ. അതായത് എന്താണ്, ഇൻഡിവിജ്വലായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആസ് ടു അറ്റൈൻ മാക്സിമം പ്രോഫിറ്റബിലിറ്റി. ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വാരിയസ് ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ. ടു ഡയറക്റ്റ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനർ. അപ്പോൾ ഇത്രയും നമുക്ക് എന്ത് പറയാം, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാം, ബജറ്റിൻ്റെയും ബജറ്ററി കൺട്രോളിൻ്റെയും. ഇനി നമുക്ക് ഓർഗനൈസേഷൻസ് ഫോർ ബജറ്ററി കൺട്രോൾ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബജറ്റ് സെൻറ്റർ, ഇൻട്രൊഡക്ഷൻ ഓഫ് ആഡിക്വേറ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്, ബജറ്റ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബജറ്റ് കമ്മിറ്റി, പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ് മാനുവൽ, ഫിക്സേഷൻ ഓഫ് ബജറ്റ് പീരീഡ്, ഡിറ്റർമിനേഷൻ ഓഫ് കീ ഫാക്ടർ, ഡിറ്റർമിനേഷൻ ഓഫ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്സ്. നമ്മൾ ഈ ബജറ്ററി കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ബജറ്റിംഗ്, ബജറ്ററി കൺട്രോൾ. സ്റ്റെപ്സ് ബജറ്ററി കൺട്രോൾ ഇൻവോൾവ്, മറ്റേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് പറഞ്ഞത്. ഇത് ബജറ്റിങ്ങിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത്. അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് ബജറ്റ് ഫോർ ഈച്ച് സെക്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ സെക്ഷനും നമ്മൾ ബജറ്റ് കണ്ടുപിടിക്കുക. റെക്കോർഡിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്, comparing continuously that actual performance with the standard, calculating differences or variance between budgeted performance and actual. അതായത് ആക്ച്വലും ബജറ്റും തമ്മിലുള്ള കമ്പയർ ചെയ്ത് നോക്കുക, അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. അനലൈസിങ് ദ കോസ്റ്റ് ഫോർ സച്ച് ഡിഫറൻസസ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വന്നതെന്നുള്ളത് അനലൈസ് ചെയ്യുക. ഫേർണിഷിംഗ് ബജറ്റ്സ് റിപ്പോർട്ട് ടു ടോപ്പ് മാനേജ്മെൻറ്റ്, എന്നിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിനെ വിവരം അറിയിക്കുക. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ വേർ നെസസറി, എന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്തതിന് മിസ്റ്റേക്ക് വരികയാണ്, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വന്നതെങ്കിൽ നമുക്ക് അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. റിവൈസിങ് ബജറ്റ് ഇഫ് നെസസറി, എന്നിട്ട് എന്ത് ചെയ്യുക, ബജറ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. ഇതാണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. ദെൻ എസെൻഷ്യൽസ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് എഫക്റ്റീവ് ബജറ്ററി കൺട്രോളിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നാണ്. സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് വേണം, ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾ ആയിരിക്കണം, ആഡിക്വേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വേണം, മിനിമം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ വേണം, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ടൈംലി റിപ്പോർട്ടിംഗ്, ഫ്ലെക്സിബിലിറ്റി, സൗണ്ട് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബജറ്ററി കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റും, ബജറ്റിംഗ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ടൂൾ ഓഫ് പ്ലാനിങ്, പ്രൊമോട്ട് പ്രോഫിറ്റബിലിറ്റി, ഇവാലുവേറ്റ് മാനേജറിയൽ പെർഫോമൻസ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഇങ്ങനെ അഡ്വാൻറ്റേജസ് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെ പോരായ്മകളുണ്ട് നമുക്ക്. ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ് ആൻഡ് ഫോർകാസ്റ്റ്. എപ്പോഴും ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ഐഡിയ ആയിരിക്കണം എന്നില്ല. ബിക്കോസ് ഇതെന്താണ്, ഇതൊരു ഫ്യൂച്ചർ പ്ലാനാണ്, നമ്മൾ പ്രഡിക്ഷനാണ്, നമ്മൾ മുൻകൂട്ടി നാളെ എന്താണെന്നുള്ള ഇന്ന് പറയണം, നാളെ എന്തും സംഭവിക്കാമെന്നല്ല, അത് ഒരു എന്താ പറയുക, ഇത് സത്യമാവണം എന്നൊന്നുമില്ല, ഉണ്ടാക്കുന്നതേ ഉള്ളൂ. റിജിഡിറ്റിയാണ്. സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സപ്പോർട്ട്. നമ്മൾ സപ്പോർട്ടിനനുസരിച്ചിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാനും പറ്റും. അപ്പോൾ ഇത് ടൂളാണ്, എക്സ്പെൻസീവാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും പറയാം. ബജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കാം. എന്തൊക്കെ ബജറ്റിംഗ് ആണ് നമുക്കുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ സീറോ ബേസ് ബജറ്റിംഗ് ഉണ്ട്, പെർഫോമൻസ് ബജറ്റിംഗ് ഉണ്ട്, പ്രോഗ്രാം ബജറ്റിംഗ്, ലേണിംഗ് കർവ്, റോളിംഗ് ബജറ്റ്, സീസൺ ബജറ്റ്, ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ്. ഈ 7 ബജറ്റ്സുകളാണുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പഠിക്കുക. അപ്പോൾ 7 ബജറ്റ്സുകൾ ഇത് നിങ്ങൾ നോക്കണം. അപ്പോൾ ബജറ്റിംഗ്, ബജറ്ററി കൺട്രോൾ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. റീസെൻറ്റ് ട്രെൻഡ്സാന്നൊക്കെ നോക്കി. ഇനി അടുത്ത ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ് എടുക്കാം. അപ്പോൾ അതിന് മുൻപേ ഈ നോട്ട് എന്ത് ചെയ്യുക, ബജറ്റ് പുതിയ ചാപ്റ്ററാണ്, നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം. താങ്ക് യു.